വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റം നടക്കാത്ത സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായും തീരുമാനം. ഇനി വെള്ളാപ്പള്ളി കഴിഞ്ഞ കാലത്ത് നടന്നതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഭാവിയിൽ അതുണ്ടാവില്ല, അദ്ദേഹം തിരുത്താൻ തയ്യാറാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആ നിലയിലുള്ള നിലപാട് മാറ്റവും ഉണ്ടാവും. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാൻ, വെള്ളാപ്പള്ളി എന്തിനു തിരുത്തണം? ശ്രീ അബ്ദുൽ അസീസ്, എന്തിനാ തിരുത്തണം? വെള്ളാപ്പള്ളി എന്ത് ലക്ഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്? വെള്ളാപ്പള്ളി എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായി വരും. ഞാൻ കഴിഞ്ഞ തവണയും ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. ഞങ്ങളോട് അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ സമുദായത്തെ അല്ല ഉദ്ദേശിച്ചത്, മുസ്ലിം ലീഗിനെയാണ് എന്നാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞപ്പോൾ അത് സംബന്ധമായി പരസ്യമായി നിലപാടെടുത്തു. നിങ്ങളുടെ ചാനലിൽ അത് വാർത്തയായി വന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി ഉൾപ്പെടെ കൊടുത്തു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിൽ രണ്ട് തരത്തിലുള്ള സംഗതികൾ ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വികസനം മുഴുവൻ ലീഗ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. മലപ്പുറത്ത് CPM അങ്ങനെ വാദമില്ല. അതെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ വികസനം നടന്നിട്ടില്ല എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അവിടുത്തെ KSRTC ബസ്സുകളായാലും അവിടുത്തെ ബസ് സ്റ്റാൻഡ് ആയാലും അവിടുത്തെ റോഡുകളായാലും അവിടെ മലപ്പുറം ജില്ലയിൽ +1 വിദ്യാർത്ഥികൾക്ക് പകുതിയിലേറെ കുട്ടികൾ പുറത്തായിരുന്നു എന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ തരത്തിൽ വികസനം എത്തി നോക്കാത്ത ഒരു പ്രദേശത്തെക്കുറിച്ച് ലീഗ് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് വളരെ തെറ്റായ ദുരുദ്ദേശപരമായ ഒരു പ്രസ്താവനയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ലീഗിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ലീഗിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ സമുദായത്തിനെതിരാണത് എന്ന നിലയിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. സാമുദായികമായ ഒരു ഈ വെള്ളാപ്പള്ളിയുടെ ഒരു സെക്കൻഡ്, അതായത് പുതിയ കാലത്ത് ആളുകൾ ഹേറ്റ് പറയുന്നത് എങ്ങനെയാണ്? ഒരു കമ്മ്യൂണിറ്റിയുടെയും പേര് പറയില്ല, ഡോഗ് വിസിൽ ചെയ്യും, ആളുകൾക്ക് മനസ്സിലാവും. എല്ലാം മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ കേൾക്കുന്ന വെള്ളാപ്പള്ളിയുടെ സമുദായങ്ങളും അല്ലാത്തൊരു മനസ്സിലാക്കുക എന്താണ്? മുസ്ലിങ്ങൾ കൊണ്ടു മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്ന മനസ്സിലാക്കുക. ഹേറ്റ് സ്പീച്ചിന്റെ പുതിയ സ്ട്രാറ്റജി വെള്ളാപ്പള്ളിക്ക് അറിയാം. അബ്ദുൽ അസീസ്, വെള്ളാപ്പള്ളിക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി പറയേണ്ട ശൈലി വേറെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പരസ്യമായി അങ്ങ് പറയുകയാണ് ഉണ്ടായത്. അതുപോലും തെറ്റാണ്. പക്ഷേ ആ തെറ്റുണ്ടല്ലോ, അത് സാമുദായിക വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നേരത്തെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരായിട്ട് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അവിടെയാണ് പ്രശ്നം. മുസ്ലിം ലീഗ് ഞങ്ങൾക്കൊന്നും നൽകിയില്ല. മുസ്ലിം ലീഗിന്റെ കാലത്ത് കൊടുത്ത കോളേജാണ് SNDP ശതാബ്ദി കോളേജ് പെരിന്തൽമണ്ണയിൽ. ഒന്നും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ വസ്തുതാവിരുദ്ധമായി പറയുക. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മലപ്പുറം ജില്ലയിൽ എന്ത് കൊടുത്തു? വെള്ളാപ്പള്ളിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഈ 10 വർഷമായിട്ട് പിണറായി വിജയനാണ് ഭരിക്കുന്നത്. അപ്പോൾ കൃത്രിമമായ പച്ച നുണകൾ പറയുക, എന്നിട്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന എന്ന പേരിൽ ഒരു ജില്ലയെയും ഒരു സമുദായത്തെയും ആക്രമിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിനെ അദ്ദേഹം കൃത്യമായി ആക്രമിക്കുന്നുണ്ട്. ലീഗിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പലതും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. ലീഗിൻ്റെ ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് സൂപ്പി കൺവീനറും ഇദ്ദേഹം ചെയർമാനുമായിക്കൊണ്ട് സംവരണ സംരക്ഷണ മുന്നണി ഉണ്ടാക്കിയ കാലമൊക്കെ അതിനുശേഷം അതിന് മുമ്പ് സംവരണ സംരക്ഷണ മുന്നണിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ബാക്ക്ലോഗ് നികത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊടുത്തു. ഞങ്ങൾക്ക് ഈഴവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി എന്തുകൊണ്ട് ലീഗ് സമരം ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഈഴവ സമുദായത്തിന് ബാക്ക്ലോഗ് ഇല്ല, അവർക്ക് പച്ച നുണ പറഞ്ഞുകൊണ്ട് ലീഗിനെ ആക്രമിക്കുന്നു എന്ന പേരിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായത് കൊണ്ടുപോകുന്നു എന്നാ പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്നോ ന്യായമാണോ എന്ന് പറയുന്ന ആളെയല്ല ഞാൻ. നിങ്ങൾ അത് ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ ആ പക്ഷത്ത് നിർത്തണ്ട. വെള്ളാപ്പള്ളി പറഞ്ഞ പല കാര്യങ്ങളും ഗുരുതരമായ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ബാക്ക്ലോഗ് നികത്താൻ ഉണ്ടായിരുന്നില്ല. അവർ ആവശ്യമായ സംവരണം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും അതിനേക്കാൾ ഏറെ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ മുസ്ലിം സമുദായം അവരുടെ അർഹമായ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്.